എന്തുമായിരുന്നു, ആരുടെ മൊഴിമാറ്റമായിരുന്നു കോടതിയെയും നമ്മളെയും ഒരുപോലെ ഞെട്ടിച്ചത്? പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അവർ വളരെ വലിയ സ്ട്രോങ് ആയ കുറെ എവിഡൻസോട് കൂടിയുള്ള ഒരു കേസാണ് കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ അതിന്റെ വിസ്താരത്തിനൊടുവിൽ നേരത്തെ പറഞ്ഞ 20-ലേറെ സാക്ഷികൾ, 28ഓളം സാക്ഷികൾ കൂറുമാറി. അത് വളരെ സുപ്രധാനമായ മൊഴികൾ നൽകിയ ആളുകൾ പോലും അത് മാറ്റി പറയുന്ന വളരെ ഗുരുതരമായ സാഹചര്യം. ഒപ്പം തന്നെ ഡിഫൻസ് ഭാഗത്തെ സംബന്ധിച്ച് കുറേ അധികം വിസ്താരങ്ങൾ, ഒരുപക്ഷേ 70-75 ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും ഇത്രയധികം കാലം വിസ്തരിച്ച ഒരു കേസ് ഇന്ത്യയിൽ തന്നെ വിരളമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രൂപത്തിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കുറെ കൂടി സമയം നീണ്ടുനിന്നു പോയി. അത് ഈ കേസിന് ഇത്രത്തോളം, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 8 വർഷം നീണ്ട ഒരു പോരാട്ടത്തെ കുറെ കൂടി നീട്ടി വലിച്ചു കൊണ്ടുപോകാൻ ഇത് കാരണമായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ഒപ്പം തന്നെ ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേയധികം നിയമപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ജഡ്ജിയെ മാറ്റണം, അതോടൊപ്പം തന്നെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്, അതിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് പോയത്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അതെല്ലാം അതിജീവിച്ചാണ് ഇപ്പോൾ നാളെ 8-ാം തീയതി, ഒരുപക്ഷെ 7.5-8 വർഷക്കാലമാകുന്നു ഒരു അതിജീവിതയുടെ പോരാട്ടത്തിന് ആ വിചാരണ. മുസ്തഫ, താരരാജാക്കന്മാർ മൗനം പാലിക്കുന്നത് നമ്മൾ കണ്ടു, പ്രമുഖർ അവിടെ മൊഴി മാറ്റുന്നത് കണ്ടു. ഒപ്പം തന്നെ ഏറ്റവും വലിയൊരു സംഘടനയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന AMMA എന്ന സംഘടന തന്നെ ഇല്ലാതാകുന്നത് നമ്മൾ കണ്ടു. പ്രമോദ് രാമൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രമോദ്, ഇവിടെ ഇത്രയധികം സംഭവങ്ങൾ നിൽക്കുന്നു, എല്ലാവരും കാതോർത്തിരിക്കുന്നു, എല്ലാവരും കോടതിയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന സമയത്ത് ഇത് ദിലീപിന് മാത്രമാവുമോ നിർണായകമാവുക? സർക്കാരിന് ഇത് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ച് വിലങ്ങ് വെച്ച് ദിലീപിനെ ജയിലിലേക്ക് കൊണ്ടുപോയത് അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഗ്രാഫ് ഉയർത്തിയ സംഭവമാണ്. ആ സംഭവത്തിൽ നാളത്തെ വിധി അത് സർക്കാരിനെ സംബന്ധിച്ചു കൂടി എത്രത്തോളം നിർണായകമാണ്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ജനപ്രീതിയിൽ പ്രതിച്ഛായ ഉയർന്നു നിന്ന ഒരു നടനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ധന്യ പറഞ്ഞ പോലെ തന്നെ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്ക് സപ്പോർട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, ഒരു പിന്തുണ അവർക്ക് നൽകി കൊടുത്ത ഒരു കാര്യമാണ്. പക്ഷെ അതിലെല്ലാം ഉപരിയായി ഇപ്പോൾ കോടതിയിൽ വിധി വരുമ്പോൾ നമുക്ക് സർക്കാരിനെ അക്കാര്യത്തിൽ വിലയിരുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വശമാണ്. പക്ഷെ അതിലെല്ലാം ഉപരിയായി നാം കാണേണ്ടത് 2 പേരെ ഈ കേസിന്റെ കാര്യത്തിൽ നമുക്ക് അനുസ്മരിക്കാതെ നിർത്താൻ കഴിയില്ല. ഒന്ന് അതിജീവിത തന്നെയാണ്. ഈ 8 വർഷക്കാലം അവരനുഭവിച്ച ട്രോമ അത് നമ്മൾക്ക് ഒരിക്കലും നമുക്കൊരു വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. സിനിമയിൽ നിന്ന് അവർക്ക് തുടർന്ന് അങ്ങോട്ട് നേരിടേണ്ടി വന്ന, അന്ന് ആ കംപ്ലൈന്റുമായി പോയില്ല, പരാതിയുമായി അവർ പോയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇതൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണെങ്കിലും, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ തന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയാണെങ്കിൽ പോലും അത് ചെയ്തേ മതിയാകൂ. താൻ അനുഭവിച്ച ആ പീഡനത്തിന് ഒരു പരിഹാരമുണ്ടാകണം, ഒരു ഉത്തരവുണ്ടാകണമെന്ന ഒരു കർശന നിലപാടോടുകൂടി ആ ട്രോമയെ വരിക്കാൻ തീരുമാനിച്ച അവരുടെ മനസ്സിന് എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, കേസ് ഒരുപക്ഷെ ഏറ്റവും അധികം ദുർബലമായി പോകുന്ന, പ്രോസിക്യൂഷന്റെ കയ്യിലുള്ള തെളിവുകളും അവരുടെ വാദങ്ങളും ഒക്കെ ഏതാണ്ട് ദുർബലമായി പോകും എന്ന് തോന്നിയിരുന്ന ഒരു ഘട്ടത്തിൽ പുതിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരാൻ ധൈര്യം കാണിച്ച ബാലചന്ദ്രകുമാർ എന്ന സംവിധായകനെ നമുക്ക് അനുസ്മരിക്കാതെ വയ്യ. അദ്ദേഹത്തിന്റെ ആ നിലപാടാണ് ഒരുപക്ഷെ രണ്ടാമതും കേസിനെ കുറിച്ച് വിശദമായ അന്വേഷണത്തിന് വഴിയൊരുക്കിയത്. താൻ സിനിമ ചെയ്യാൻ, ദിലീപും ഒന്നിച്ച് സിനിമ ചെയ്യാൻ കാത്തിരുന്ന വേളയിൽ താൻ യാദൃച്ഛികമായി തന്റെ മുന്നിൽ വന്നുപെട്ട ചില കാര്യങ്ങൾ കോടതിയെയും പോലീസിനെയും അറിയിക്കുന്നതിലൂടെ അദ്ദേഹം നിർവഹിച്ച ദൗത്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭാവി തലമുറകൾ ഓർത്തിരിക്കേണ്ടതാണ്. കേസിന്റെ വിധി എന്തു തന്നെയായാലും എന്നോർക്കണം. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ വിധി കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ ശാരീരികമായ പല അസ്വസ്ഥതകളും കാരണം അദ്ദേഹം പിന്നീട് നമ്മെ വിട്ടുപോയി. പക്ഷേ ഈ വിധി എന്താണെന്ന് അറിയാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും അദ്ദേഹം ഈ കേസിന്റെ ചരിത്രത്തിൽ അങ്ങനെ പലരും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരുമുണ്ട്. ഇതിൽ ട്വിസ്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ കേസ് ഒരു ഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, അതിജീവിതയുടെ സ്ട്രഗിൾ നമുക്കറിയാം, അവർ നടത്തിയ പോരാട്ടം അറിയാം, അവർക്കൊപ്പം നിന്നവരെ അറിയാം, നിൽക്കേണ്ടിയിരുന്നവർ നിൽക്കാതെ പോയത് നമ്മൾ കണ്ടതാണ്. അപ്പം ആ വഴിയിൽ പലരും ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ എത്തിയിട്ടുണ്ട്. അതിജീവിതയെ സംബന്ധിച്ച് ആശ്വാസമായവരുണ്ട്, ശത്രുപക്ഷത്തേക്ക് മാറിയവരുണ്ട്. അങ്ങനെ വലിയ കോളിളക്കം ഉണ്ടാക്കിയ, കേരളത്തിൽ അത്രയും കാലം ഉണ്ടാകാത്ത തരത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിനാണ് നാളെ വിധി പറയാൻ പോകുന്നത്. കേരളം കാതോർക്കുകയാണ്. പൂർണ്ണമാവുന്നു.